കാനഡയിലെ ടൊറാൻറ്റോയിൽ നിന്ന് മുംബൈയിലേക്ക് പറന്നു വന്ന എയർ ഇന്ത്യ വിമാനം AI-182 എംബറർ കനിഷ്ക എന്നാണ് ആ വിമാനത്തിൻ്റെ പേര്. അതിൽ ഖലിസ്ഥാൻ ഭീകരവാദികളാണ് ബോംബ് വെച്ചത്. ആ വിമാനം അറ്റ്ലാന്റിക്കിന് മുകളിൽ വെച്ച് തകർന്നു വീണു. കൊല്ലപ്പെട്ടത് 329 പേരാണ്. 329 പേർ മരിച്ചു. 2001 സെപ്റ്റംബർ 11 ഉണ്ടായ ഭീകരാക്രമണം ഉണ്ടല്ലോ, അമേരിക്കയിലെ ഭീകരാക്രമണം. അതിനു മുമ്പ് ലോകത്തെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച, ഭയപ്പെടുത്തിയ ഭീകരാക്രമണമായിരുന്നു ഈ കനിഷ്കയുടെ തകർച്ച. പക്ഷേ ഏതാണ്ട് 4 പതിറ്റാണ്ട് കാലത്തോളം കാനഡ പറഞ്ഞില്ല ആ ബോംബ് വെച്ചത് ഖലിസ്ഥാൻ ഭീകരരാണെന്ന്. ഇപ്പോൾ കാനഡ പറഞ്ഞിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാർത്തയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ കാണണം എന്ന് ഞാനിപ്പോൾ പറയുക. കാരണം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മുടെ രാജ്യം നയതന്ത്ര തലത്തിൽ നേടിയിരിക്കുന്ന വലിയ ഒരു വിജയം. നമുക്കറിയാം, കാനഡ എന്ന് പറയുന്ന രാജ്യത്ത് പഞ്ചാബിൽ നിന്നുള്ള ഒരുപാട് സിഖുകാർ താമസിക്കുന്നുണ്ട്. അവരിൽ നല്ല ശതമാനം ഖലിസ്ഥാൻ എന്നുള്ള രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അവർക്കവിടെ സ്വാധീനമുണ്ട്. അവിടെ MP-മാരുണ്ട്. കാനഡ പാർലമെൻറ്റിൽ ഈ ഖലിസ്ഥാൻ അനുകൂലികളായ MP-മാർ 10-15 പേരുണ്ട്. ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രിയായിരിക്കെ ഈ ഖലിസ്ഥാൻ അനുകൂലികളായ പാർലമെൻറ്റ് അംഗങ്ങളുടെ പിന്തുണയോട് കൂടിയാണ് ട്രൂഡോ അവിടെ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ട്രൂഡോ എല്ലാവിധ ഒത്താശയും ഈ ഖലിസ്ഥാൻ ഭീകരർക്ക് ചെയ്തു കൊടുത്തിരുന്നു. അതുകൊണ്ട് ഇന്ത്യ വിരുദ്ധമായ കാര്യങ്ങളൊക്കെ നിരന്തരം നടക്കുന്ന ഒരു മണ്ണായിരുന്നു കാനഡ. അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപ ഇന്ത്യയിലെ പഞ്ചാബിലെ ഖലിസ്ഥാൻവാദികൾക്ക് കിട്ടുകയും ചെയ്തിരുന്നു. ഇന്ത്യ ട്രൂഡോയുടെ ഈ നിലപാടിനെ വല്ലാതെ എതിർപ്പ് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങി. ഒരു ഘട്ടത്തിൽ കനേഡിയൻ മന്ത്രി ട്രൂഡോ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇന്ത്യ സർക്കാരിനെ കുറ്റപ്പെടുത്തി. അതായത് 2021 ജൂൺ 18 ബ്രിട്ടീഷ് കൊളംബിയയിൽ വെച്ച് ഹർദീപ് സിംഗ് നജ്ജാർ എന്ന് പറയുന്ന ഖലിസ്ഥാൻ ഭീകരൻ വെടിയേറ്റ് മരിച്ചു. അയാളെ വെടിവെച്ച് കൊന്നത്, പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുമ്പോൾ അയാളെ വെടിവെച്ച് കൊന്നതാണ്. വെടിവെച്ച് കൊന്നത് ഇന്ത്യയാണ് അതിൻ്റെ പിന്നിൽ. ഇന്ത്യ റോ വഴി നടത്തിയ ഒരു ഓപ്പറേഷനാണ്. ഇപ്പോൾ അജ്ഞാതനൊക്കെ ഉള്ള കാലമാണല്ലോ. മോദി വന്നതിന് ശേഷമാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇന്ത്യയുടെ ശത്രുക്കളെ അജ്ഞാതൻ വെടിവെച്ച് കൊല്ലുന്നത്. അങ്ങനെ നജ്ജാറിനെ കൊന്നതിൻ്റെ പിന്നിൽ ഇന്ത്യയാണ് എന്ന് ട്രൂഡോ പറയുന്നു. ട്രൂഡോ മന്ത്രിസഭയിലെ മന്ത്രിമാർ പറയുന്നു. അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പേരെടുത്തു പറഞ്ഞ് ഇവർ രണ്ടുപേരുമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പറയുന്നു. പിന്നീടത് വലിയ പ്രശ്നമാകുമെന്ന് കണ്ടപ്പോൾ ആ പ്രസ്താവന പിൻവലിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ നാടകങ്ങളുണ്ടായി. ഒരു കാരണവശാലും ഈ ഖലിസ്ഥാൻ ടൈഗേഴ്സ് ഫോഴ്സിൻ്റെ ആളായിരുന്നു നജ്ജാർ. ബബർ ഖൽസ എന്ന് പറയുന്ന ഭീകര സംഘടനയാണ് കനിഷ്ക വിമാനം തകർത്തത്. ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത്, കൊല്ലപ്പെട്ട 329 പേരിൽ 268 പേരും കാനഡക്കാരായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ കാനഡ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. എന്നിട്ട് പോലും കാനഡ എന്ന് പറയുന്ന രാജ്യം ഇതിൻ്റെ പിന്നിൽ ഖലിസ്ഥാൻ ഭീകരരാണെന്ന് സമ്മതിച്ചിരുന്നില്ല. പകരം അവർ ചെയ്യുന്നത്, എല്ലാ വർഷവും ജൂൺ 23 അവർ ഈ വിമാനാപകടത്തിൽ മരിച്ചവരുടെ ഓർമ്മ ദിവസം ഒരു അനുസ്മരണ ദിനമൊക്കെ സംഘടിപ്പിക്കുക. എന്നിട്ടിങ്ങനെ അത് ആളുകൾ കൊല്ലപ്പെട്ടു, വിമാനം തകർന്നു എന്നൊക്കെ പറയും. പക്ഷേ ഇത്തവണ അതിന് മാറ്റമുണ്ടായിരിക്കുന്നു. ട്രൂഡോ വീണു, പുതിയ സർക്കാർ വന്നു, ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം ശക്തമായി. അതനുസരിച്ച് ഖലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ കാനഡ അതിശക്തമായ നിലപാടെടുക്കുന്നു. സത്യത്തിൽ അത് ഇന്ത്യയിൽ വലിയ വാർത്തയാവേണ്ടതാണ്. പക്ഷേ ഇത് മോദി സർക്കാരിൻ്റെ ഒരു വലിയ നയതന്ത്ര വിജയമായതുകൊണ്ട് വാർത്തയാവത്തില്ല. അപ്പോൾ കാനഡയിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ കനേഡിയൻ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് സർവീസസ് CSIS എന്ന് പറയുന്ന ഏജൻസി ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നു, എംബറർ കനിഷ്ക തകർത്തത് ഖലിസ്ഥാൻ ഭീകരരാണ്. അതിൻ്റെ ലഗേജ് സൂക്ഷിക്കുന്ന സ്ഥലത്ത് ബോംബ് സൂക്ഷിച്ചു. അത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ വിമാനം പറക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന തരത്തിലാണ് സജ്ജമാക്കിയിരുന്ന ടൈം ബോംബായിരുന്നു. അങ്ങനെ ആ വിമാനം തകർത്തു. കൊല്ലപ്പെട്ടത് മഹാഭൂരിപക്ഷവും കാനഡയുടെ പൗരന്മാരാണ്, ഞങ്ങളുടെ മക്കളാണ്. അവർ ഈ ഖലിസ്ഥാൻ ഭീകരരാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഇവർ ഔദ്യോഗികമായി ഈ ജൂൺ 23, നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ജൂൺ 26 3 ദിവസം കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞിട്ടും ഇത് വലിയ വാർത്തയല്ല നമ്മുടെ നാട്ടിൽ. അവർ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, കാനഡയുടെ മണ്ണ് ഖലിസ്ഥാൻ ഭീകരന്മാർ
വലിയ തോതിൽ ഉപയോഗിക്കുന്നു, ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൂടാതെ ഇവിടെ നിന്ന് വലിയ തോതിൽ പണം സമാഹരിച്ച് ഖലിസ്ഥാൻ എന്നുള്ള രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നു. എവിടേക്ക് അയക്കുന്നു എന്നവർ പറഞ്ഞിട്ടില്ല. നമുക്ക് ഊഹിക്കാം, നമുക്ക് വായിച്ചെടുക്കാം. അത് ഇന്ത്യയിലേക്കാണ് വരുന്നത്. ഇന്ത്യയിലുള്ള ഖലിസ്ഥാൻ ഭീകരർക്ക് ഈ പണം വരുന്നു എന്ന് കാനഡ പറയുന്നു. സംഗതി വളരെ എളുപ്പമായല്ലോ. ഇനി പഴയ പോലെ ഖലിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ച് ഇന്ത്യക്കെതിരെ പ്രകടനങ്ങൾ നടത്താൻ ഇന്ത്യയുടെ മന്ത്രിമാരെ തടയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഖലിസ്ഥാൻ ഭീകരർ കാനഡയിലെത്തുമ്പോൾ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ തടയുന്നു, എംബസി ആക്രമിക്കുന്നു, ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ ഖലിസ്ഥാൻ ഭീകരർ അഴിഞ്ഞാടുകയായിരുന്നു കാനഡയുടെ മണ്ണിൽ. ഇപ്പോൾ ഈ ജൂൺ 23 1985 ജൂൺ 23 നടന്ന വിമാന അട്ടിമറിയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് CSIS പുറപ്പെടുവിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഇനി കാനഡയിൽ ഖലിസ്ഥാൻവാദികൾക്ക് കാര്യങ്ങൾ അത്ര സുഗമമായിരിക്കില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്. കാരണം കാനഡയുടെ മണ്ണ് തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് കാനഡ പറയുന്നു. അവിടുന്ന് ഫണ്ട് ശേഖരിച്ച് ഇതിനു വേണ്ടി അയക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ ഇത് രണ്ടും ഇനി അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ രാജ്യത്തെ ഒരിക്കൽ കൂടി വെട്ടിമുറിച്ച് പുതിയൊരു രാജ്യം പഞ്ചാബിൽ ഉണ്ടാക്കാൻ, പഞ്ചാബിൻ്റെ ഒരു ഭാഗവും പറ്റുമെങ്കിൽ മുഴുവൻ പഞ്ചാബും പാകിസ്ഥാൻ പഞ്ചാബിൻ്റെ ഭാഗമൊക്കെ ചേർത്തിട്ട് ഒരു രാജ്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇനി പഴയ പോലെ പണം വരില്ല. അവിടെ നിന്ന് ഫണ്ട് വരാതിരിക്കുമ്പോൾ പകുതി പ്രശ്നം അവിടെ തീരും. പിന്നെ അവിടെ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റുമാറുക ഖലിസ്ഥാൻ എന്നുള്ള രാജ്യത്തിന് വേണ്ടി തെരുവിലിറങ്ങി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇനി നടത്താൻ കഴിയില്ല. ഇത് രണ്ടും വ്യക്തിപരമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയമാണ്. കാരണം ഇക്കാലം അത്രയും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ട്രൂഡോ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയായിരുന്നു, കനേഡിയൻ പ്രധാനമന്ത്രിയായിരുന്നു. തടസ്സമെങ്കിൽ ട്രൂഡോയ്ക്ക് രാജിവെച്ച് പോകേണ്ടി വന്നു. ഒരേ സമയം മോദിയുടെയും ട്രംപിൻ്റെയും അനിഷ്ടത്തിന് പാത്രീഭൂതനായ ആളാണ് ട്രൂഡോ പോയി, ട്രൂഡോയുടെ പാർട്ടിയും തീർന്നു, പുതിയ സർക്കാർ വന്നു. അവർ ഖലിസ്ഥാൻ ഭീകരവാദികളായ കനേഡിയൻ സിഖുകാരുടെ സഹായമില്ലാതെ ഭരിക്കുകയാണ്. ഇനി ഒരു രാജ്യത്ത് തങ്ങളുടെ പൗരന്മാരെ കൊന്ന സംഘടനയാണ് ഖലിസ്ഥാൻ ഭീകര പ്രസ്ഥാനമായ ഖബർ ഖൽസ എന്ന് കണ്ടെത്തുകയും ഖലിസ്ഥാനികൾ കാനഡക്കാരെ കൊന്നവരാണ്, ആ മണ്ണ് തീവ്രവാദത്തിന് ഭീകരവാദത്തിന് ഉപയോഗിക്കുന്നുവെന്ന് ആ സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇനി അവർക്ക് അവിടെ തുടർന്ന് പ്രവർത്തിക്കുക അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളെ ഓരോ തരത്തിൽ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദേശകാര്യമന്ത്രി ലോകത്തിൻ്റെ പല ഭാഗത്തും സഞ്ചരിക്കുന്നു, പ്രധാനമന്ത്രി സഞ്ചരിക്കുന്നു. അങ്ങനെ ഓരോ സഞ്ചാരങ്ങൾക്കും ശേഷം ഡിപ്ലോമാറ്റിക് തലത്തിൽ ഇത്രയേറെ വിജയം നേടാൻ കഴിഞ്ഞ ഒരു കാലം വേറെയില്ല. ഇത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഖ്യാതി ഇല്ലാതാക്കാൻ വേണ്ടി കളവ് പറയുന്നത്. ഇപ്പം നോക്കൂ, ഖമനയുടെ സംസ്കാരം നടക്കുന്നു. ജൂലൈ 4-ാം തീയതി അത് പൊതു ദർശനത്തിന് വെക്കും, 9-ാം തീയതി സംസ്കരിക്കും. ഇന്ത്യ വരണം, മോദി വരണമെന്ന് പെഷസ്ക്യാൻ ഇറാൻ്റെ പ്രസിഡന്റ് നേരിട്ട് വിളിച്ചഭ്യർത്ഥിക്കുന്നു. മോദി പോകുമോ എന്നുള്ളത് വേറൊരു ചോദ്യം. മോദിക്ക് പോകാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞു. ഒന്ന് രാഷ്ട്രത്തലവനല്ല, മതത്തലവനാണ്. മതത്തലവൻ എന്ന നിലയിൽ നമ്മൾ ആർട്ടിക്കിൾ 370 സ്ക്രാപ്പ് ചെയ്തപ്പോഴും പിന്നീട് കാശ്മീർ വിഷയത്തിലുമൊക്കെ പാകിസ്ഥാൻ അനുകൂലമായി നിലപാടെടുത്ത ആളാണ് ഖമനൈ. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഔദ്യോഗികമായി ഒരു അനുശോചനം ടൈമിലി നടത്താതിരുന്നത്. പിന്നീട് നമ്മൾ അവരുടെ ഇറാൻ്റെ എംബസി പോയിട്ട് അനുശോചന ബുക്കിൽ നമ്മൾ അനുശോചനം എഴുതുകയായിരുന്നു. അതൊരു കാര്യം. പിന്നെ അവിടുത്തെ രാഷ്ട്രത്തലവനല്ലാത്തതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് പോവേണ്ട കാര്യമില്ല. മുമ്പ് ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന അവരുടെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടപ്പോഴും ഹെലികോപ്റ്റർ തകർന്ന് കൊല്ലപ്പെട്ടപ്പോഴും നമ്മൾ പോയില്ല. പോയത് ഉപരാഷ്ട്രപതിയാണ്. അതുപോലെ ഇന്ത്യ ഒരാളെ അയക്കും. അത് ആരെയാണ് ഇന്ത്യ അയക്കാൻ പോകുന്നത്? അമേരിക്കയും ഇസ്രയേലും ഒക്കെ കൗതുകത്തോടെ കാത്തിരിക്കുന്നുണ്ട്. കാരണം അങ്ങനെ പ്രധാനമന്ത്രി മോദി അവിടെ പോയാൽ അമേരിക്കയ്ക്കെതിരായ ഇസ്രയേലിനെതിരായ ഒരു നീക്കമായി പോലും ഒരു പക്ഷേ വ്യാഖ്യാനിക്കപ്പെടാം. നമ്മളെ സംബന്ധിച്ച് ഇസ്രയേലുമായി നമ്മൾക്ക് നല്ല ബന്ധമാണ്, അമേരിക്കയുമായും തന്ത്രപ്രധാനപരമായ ബന്ധങ്ങളുണ്ട്. പ്രശ്നങ്ങൾക്കിടയിലും പഴയ ഊഷ്മളത ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും കാനഡയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ വളരെ സന്തോഷകരമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി സംസ്ഥാനമായ പഞ്ചാബിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയെ തടയിടാൻ കാനഡയുടെ മണ്ണിൽ നിന്ന് ഇനി ഇങ്ങോട്ട് പണമൊഴുകില്ല, ആളൊഴുകില്ല,
മറ്റ് സഹായങ്ങൾ വരില്ല എന്ന് വരുമ്പോൾ അത് നമ്മുടെ അതിർത്തി മേഖല കൂടി നമ്മൾ സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി സംരക്ഷിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഏതായാലും വളരെ തന്ത്രപ്രധാനമായ ഒരു തീരുമാനമാണ്, ഒരു നയതന്ത്ര വിജയമാണ്, മോദിയുടെ വിജയമാണ്. ഇത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ജിയോ പൊളിറ്റിക്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ, രാജ്യത്തിൻ്റെ നയതന്ത്ര വിജയങ്ങൾ ഉറപ്പായും പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. കാരണം ഇന്ത്യ ഫസ്റ്റ്, ഭാരതമാണ് പ്രധാനം എന്നു കരുതുന്ന ആളുകളാണ് ഇന്ത്യ ലൈവിൻ്റെ പ്രേക്ഷകരിലെ മഹാഭൂരിപക്ഷവും. ഒരു ദേശാഭിമാനികളുടെ ഒരു കൂട്ടമാണ് ഞങ്ങളുടെ പ്രേക്ഷകർ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളോടിത് പറയാൻ ഞങ്ങളല്ലാതെ മറ്റാരും ഉണ്ടാവില്ല എന്നതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയി തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ചിലപ്പോൾ ഇത്തരം വീഡിയോകൾ അധികം പേര് കാണുന്നുണ്ടാവില്ല. കാരണം ഇത്തരം ഹാർഡ് സബ്ജക്റ്റുകൾ, ഡിപ്ലോമാറ്റിക് ലെവലിലൊക്കെ സംഭവിക്കുന്ന നേട്ടങ്ങളൊക്കെ അങ്ങനെ ആളുകളെ രസം പിടിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. എന്നിരുന്നാലും ഇതും ആളുകളെ അറിയിക്കേണ്ടതുണ്ട്. ആ ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ അതൊന്ന് ചെയ്യണം.